മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമല്ലോ സാറേ? ശരി. അപ്പൊ നമുക്ക് സിലബസ് അനുസരിച്ചുള്ള ജ്യോതിഷ പഠനമാണ് ഇന്ന് ആരംഭിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് വേദാംഗ ജ്യോതിഷമാണ്. അപ്പോ നമുക്കറിയാം, വേദങ്ങൾ എന്ന് പറഞ്ഞാൽ 4 വേദങ്ങളാണ്: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അപ്പോൾ ഈ വേദങ്ങൾക്ക് ഒരു സ്ട്രക്ചറുണ്ട്. അതാണ് ഈ വേദാംഗങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ രാമായണം, കാണ്ഡം എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഭാഗവതം, സ്കന്ധം എന്ന് പറയുന്നത് പോലെ ഈ വേദങ്ങൾക്കും ഒരു രീതിയുണ്ട്. അപ്പൊ അതിൽ വേദങ്ങൾക്ക് 6 അംഗങ്ങൾ. അതിലൊന്നാണ് ജ്യോതിഷം. 6ാമത്തെ അംഗമാണ് ജ്യോതിഷം. അതായത് ജ്യോതിഷം, കൽപ്പം, നിരുക്തം, ശിക്ഷ, വ്യാകരണം, ഛന്ദസ് എന്ന് പറയുന്ന 6 അംഗങ്ങളുണ്ട് ജ്യോതിഷത്തിന്. അപ്പം നമ്മൾ പഠിക്കുന്നത് വേദാംഗ ജ്യോതിഷമാണ്. അപ്പൊ ഇത് വേദകാലത്ത് എഴുതപ്പെട്ടത് കൊണ്ടാണ് വേദാംഗം എന്ന് പറയുന്നത്. കാര്യം നമ്മൾ യുഗങ്ങളിൽ പറയുകയാണെങ്കിൽ ശ്രീരാമൻ ജനിച്ചത് ഏത് യുഗത്തിലാണ്? ത്രേതായുഗത്തിലാണ്. അതിനുശേഷമാണ് ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്നത് ദ്വാപര യുഗത്തിൽ. അപ്പൊ അന്നല്ല, ആ ശ്രീരാമന്റെ ജനനത്തിൽ തന്നെ പറയുന്നതാണ് 5 ഗ്രഹങ്ങൾ ഉച്ചത്തിലായതിന്റെ അന്നാണ് അച്യുതൻ അയോധ്യയിൽ ജനിച്ചതെന്നാണ്. അപ്പൊ 5 ഗ്രഹങ്ങൾ ഉച്ചത്തിലായതെന്നൊക്കെ അറിയണമെങ്കിൽ അന്നും ജ്യോതിഷത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പൊ ആ വേദകാലം മുതൽ തന്നെ ഈ ജ്യോതിഷം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്നാൽ ചരിത്രകാരന്മാർ പറയുന്നത് BC 300 ബാബിലോണിയിലാണ് ആദ്യം ജ്യോതിഷം ഉണ്ടായെന്നൊക്കെ ചരിത്രകാരന്മാർ പറയും. പക്ഷേ അവർ യുഗങ്ങളായി രാമായണം ഒന്നും വായിക്കാതെ ആയിരിക്കണം ഈ ചരിത്രകാരന്മാര് ചരിത്രം രചിച്ചെന്ന് തോന്നുന്നു. കാര്യം യുഗങ്ങളായിട്ട് തന്നെ ഇവിടെ ജ്യോതിഷം പ്രചാരത്തിലുണ്ട്. അപ്പം വേദങ്ങൾക്ക് 6 അംഗങ്ങളുണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന് പറയുന്ന വേദങ്ങൾക്ക് 6 അംഗങ്ങൾ. അതായത് ജ്യോതിഷം, കൽപ്പം, നിരുക്തം, ശിക്ഷ, വ്യാകരണം, ഛന്ദസ് എന്ന് പറയുന്ന 6 അംഗങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജ്യോതിഷം. അപ്പൊ ആചാര്യം പറയുന്നത് ജ്യോതിഷത്തിനെ വേദത്തിന്റെ കണ്ണുകളെന്നാണ്. അതായത് ജ്യോതിഷമാകുന്ന കണ്ണുകളിൽ കൂടി വേണം നമ്മൾ എന്ത് ചെയ്യാൻ? കാര്യങ്ങളെ നിരീക്ഷിക്കാൻ എന്ന് അർത്ഥം. അപ്പൊ ഒരു കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ എപ്പോഴും എന്താണ്? ജ്യോതിഷത്തിന്റെ ഒരു പിൻബലം വേണമെന്നാണ്. അത് അത്രയും പ്രാധാന്യം. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കണ്ണിനുള്ള പ്രാധാന്യം എത്രയാണെന്ന് നമുക്കറിയാം. അതേപോലെ വേദങ്ങളുടെ കണ്ണാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പോ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന 4 വേദങ്ങളുണ്ട്. ആ വേദങ്ങളിൽ 6 അംഗങ്ങളുണ്ട്. അതിനെ വേദ അംഗങ്ങൾ എന്ന് പറയും. ഇതൊക്കെയാണ് ജ്യോതിഷം, കൽപ്പം, നിരുക്തം, ശിക്ഷ, വ്യാകരണം, ഛന്ദസ്. അതിൽ ജ്യോതിഷത്തിന് തന്നെ നമ്മൾ പഠിക്കുന്ന ജ്യോതിഷം, വേദാംഗ ജ്യോതിഷം. ആ ജ്യോതിഷത്തിന് തന്നെ 3 അംഗങ്ങളും 6, അതായത് ജ്യോതിഷത്തിന് തന്നെ 3 സ്കന്ധങ്ങളും 6 അംഗങ്ങളും. ഇപ്പൊ സ്കന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഗണിതം, സംഹിത, ഹോര എന്ന് പറയുന്ന 3 സ്കന്ധങ്ങളും, ജാതകം, ഗോളം, നിമിത്തം, പ്രശ്നം, മുഹൂർത്തം, ഗണിതം എന്ന് പറയുന്ന 6 അംഗങ്ങൾ വീണ്ടും ജ്യോതിഷത്തിലുണ്ട്. 3 സ്കന്ധങ്ങളും 6 അംഗങ്ങളും. അപ്പോ എന്താണ് ഈ 6 അംഗങ്ങളിൽ ഓരോന്നിനെയും പറ്റി നമുക്ക് നോക്കാം. അതായത് ജാതകം, അതായത് ഒരാൾ ജനിച്ച സമയത്ത്
ആ സമയം വച്ചിട്ട് ഒരു ഗ്രഹനില ഉണ്ടാക്കി അത് വച്ച് ഫലം പറയുന്ന രീതിയാണ് ജാതകം. ഗോളം എന്ന് പറഞ്ഞാൽ ഭൂമി, മറ്റ് ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ ഇവയുടെ സ്വരൂപങ്ങളെ നോക്കുന്നതാണ്. നിമിത്തം എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി ഉണ്ടാകുന്ന ശകുനങ്ങളെ കൊണ്ട് ഫലം പറയുന്ന രീതിയാണ് നിമിത്തം. പ്രശ്നം എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി ഒരു ആരൂഢം ഉണ്ടാക്കി അതുകൊണ്ട് ഫലം പറയുന്ന രീതി. മുഹൂർത്തം എന്നാലോ വിവാഹം അല്ലെങ്കിൽ ദേവ പ്രതിഷ്ഠ, ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠ തുടങ്ങിയ മംഗളകാര്യങ്ങളുടെ കാലനിർണയം ചെയ്യുന്നതാണ്, മുൻകൂട്ടി കാലനിർണയം ചെയ്യുന്നതാണ് മുഹൂർത്തം. ഗണിതം എന്ന് പറഞ്ഞാൽ സൂര്യാദി ഗ്രഹങ്ങളുടെ ചലനത്തെപ്പറ്റി, അതായത് അവരുടെ ഗതിയും വിഗതിയും, മുമ്പോട്ടാണോ സഞ്ചാരം, പുറകിലോട്ടാണോ സഞ്ചാരം, അതോ സ്തംഭനത്തിലാണോ എന്നൊക്കെ വിവരങ്ങൾ, ഇതെല്ലാം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളാണ്. ഒരിക്കലും ഭീമാകാരങ്ങളായ ഗ്രഹങ്ങൾ സ്തംഭനത്തിൽ നിൽക്കില്ല, അതിവേഗത്തിൽ പോകില്ല, പുറകോട്ട് സഞ്ചരിക്കുക. ഇതെല്ലാം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോ ജാതകം, ഗോളം, നിമിത്തം, പ്രശ്നം, മുഹൂർത്തം, ഗണിതം, ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് ജ്യോതിഷത്തിൽ വരുന്നത്. അപ്പോൾ അടിസ്ഥാന ജ്യോതിഷം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്താണ് ഈ പ്രശ്ന ഭാഗങ്ങളിലേക്ക് കയറുന്നത്. അപ്പോൾ ഇത് ജ്യോതിഷത്തിലേക്ക് അല്ലെങ്കിൽ ജ്യോതിഷത്തിന്റെ പ്രധാന കാര്യങ്ങൾ പറയുന്നതിന് മുമ്പുള്ള ഒരു ആമുഖമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. വേദങ്ങളുണ്ടെന്നും ആ വേദങ്ങളുടെ കണ്ണാണ് ജ്യോതിഷമെന്നും ആ വേദങ്ങൾക്ക് 6 അംഗങ്ങളുണ്ടെന്നും ആ 6 അംഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അംഗമാണ് ജ്യോതിഷമെന്നും ആ ജ്യോതിഷത്തിന് 3 സ്കന്ധങ്ങളും 6 അംഗങ്ങളും ഉണ്ടെന്നും ഒരു ജ്യോതിഷത്തിലേക്കുള്ള ഒരു വഴി, അല്ലെങ്കിൽ നമ്മൾ സിലബസിലേക്കുള്ള അല്ലെങ്കിൽ പ്രധാന ഭാഗത്തിലേക്കുള്ള ഒരു മുഖവുരയാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത് നമ്മൾ വിഷയത്തിലേക്ക് വരുമ്പോൾ ആദ്യം രാശിയിലാണ് തുടക്കം. എന്താണ് രാശിചക്രം അല്ലെങ്കിൽ കാലചക്രം എന്നൊക്കെ പറയും? അതായത് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കാനിരിക്കുന്ന നിങ്ങളിരിക്കുന്ന മുറി, ആ മുറിയുടെ 4 ചുവരുകളും 4 മൂലകളും കൂടി യോജിപ്പിച്ച് ഒരു വൃത്തം വരയ്ക്കുന്നു. ആ വൃത്തത്തെ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ സങ്കല്പിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങളിരിക്കുന്ന സ്ഥലത്തിന്റെ രാശിചക്രം. കുറച്ചുകൂടി വിശകലമായി പറഞ്ഞാൽ നിങ്ങളൊരു തുറസായ മൈതാനത്തോ അല്ലെങ്കിൽ ഒരു കുന്നിൻ മുകളിലോ നിൽക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിനൊരു പരിധിയുണ്ട്. അതായത് നമ്മൾ നോക്കുമ്പോൾ ഭൂമിയും ആകാശവും തമ്മിൽ ചേർന്നിരിക്കുന്നതായിട്ട് തോന്നും. അതിനെ നമ്മൾ ചക്രവാളം എന്ന് പറയും. അപ്പോ ആ ചക്രവാളത്തിന് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ വൃത്തമാണ്. ആ ഒരു വൃത്തത്തിനെ നമ്മൾ നമ്മളുടെ തലയ്ക്ക് മുകളിൽ പിടിച്ചാൽ അതാണ് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെ രാശിചക്രം. അപ്പൊ അവിടെ ഏതൊക്കെ ഗ്രഹങ്ങൾ ഏതൊക്കെ പൊസിഷനിലാണെന്ന് ഓരോ രാശികളിൽ നിൽക്കുന്നതെന്നും നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കറിയാം, വൃത്തം എന്ന് പറഞ്ഞാൽ ഒരു വൃത്തത്തിന്റെ റേഡിയസ് നിങ്ങൾ 8ാം ക്ലാസ് പഠിച്ചു കാണും, 360 ഡിഗ്രിയാണ്. അതായത് ഒരു വൃത്തത്തിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അല്ലെങ്കിൽ ഒരു പൈപ്പിന്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അപ്പൊ ഈ 360 ഡിഗ്രി വ്യാസമുള്ള ഒരു വൃത്തത്തിനെ 12 സമഭാഗങ്ങളാക്കി മാറ്റുമ്പോൾ ഓരോ ഭാഗത്തിനും 30 ഡിഗ്രി വീതം വരും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 30 ഡിഗ്രിയുള്ള 12 രാശികൾ ചേർന്നതാണ് ഒരു രാശിചക്രം. അതെങ്ങനെ മനസ്സിലാക്കാം? നിങ്ങളിരിക്കുന്ന മുറിയുടെ 4 ചുവരുകളും 4 മൂലകളും ചേർത്ത് ഒരു വൃത്തത്തിൽ സങ്കല്പിച്ചാൽ, അത് നമ്മുടെ തലയ്ക്ക് മുകളിലാണെന്ന് വിചാരിച്ചാൽ അതാണ് രാശിചക്രം. അപ്പൊ ഈ 12 രാശികളുണ്ട്. അതായത് മേടം, ഇടവം, മിഥുനം, കർക്കടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം എന്ന് പറയുന്ന 12 രാശി. ഓരോ രാശിക്കും 30 ഡിഗ്രി എന്ന് പറയും. അതായത് 360 ഭാഗം 12. അപ്പോൾ ഓരോ രാശിക്കും 30 ഡിഗ്രി വീതം വരും. ഈ ഒരു അടിസ്ഥാനം നമുക്ക് എപ്പോഴും ഓർമ്മ വേണം. കാര്യം ഒരു രാശിയുടെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ് രാശിയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്.
അപ്പൊ 30 ഡിഗ്രിയുള്ള 12 രാശികൾ ചേർന്നതാണ് രാശിചക്രം. അപ്പൊ ഈ രാശിചക്രത്തിന് ഈ ആചാര്യൻ കൊടുത്തിട്ടുള്ളത് മലയാള മാസങ്ങൾക്കുള്ള പേരുകൾ തന്നെയാണ് ഈ രാശിചക്രത്തിനും കൊടുത്തിട്ടുള്ളത്. മലയാള മാസം ആരംഭിക്കുന്നത് ചിങ്ങമാസം മുതലാണ്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്ന് പറയുന്ന 12 മാസം. അപ്പൊ മലയാള മാസം ആരംഭിക്കുന്നത് ചിങ്ങം മാസം മുതലാണ്. എന്നാൽ രാശിചക്രത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞാൽ മേടം രാശി മുതലാണ്. അപ്പം 0 മുതൽ 30 ഡിഗ്രി വരെയാണ് മേടം രാശി. ആ 30 മുതൽ 60 ഡിഗ്രി വരെയാണ് ഇടവൻ രാശി. ആ 60 മുതൽ 90 ഡിഗ്രി വരെയാണ് മിഥുനൻ രാശി. അപ്പം രാശിചക്രം ആരംഭിക്കുന്നത് മേടം രാശിയിലാണ്. എന്നാൽ മലയാള മാസം ആരംഭിക്കുന്നത് ചിങ്ങമാസത്തിലാണ്. മലയാള മാസങ്ങളുടെ പേരുകൾ തന്നെയാണ് രാശിചക്രത്തിനും കൊടുത്തിട്ടുള്ളത്. അപ്പോ രാശിചക്രത്തിന്റെ ആരംഭ രാശി എന്ന് പറഞ്ഞാൽ മേടം രാശിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മേടം രാശിയെ രാശിചക്രത്തിന്റെ ആരംഭ രാശി എന്ന് പറഞ്ഞതെന്ന് പല കഥകളുണ്ട്, അല്ലെങ്കിൽ പല വൃത്താന്തങ്ങളുണ്ട്. അതിലൊന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ നാഥനായ സൂര്യൻ, ആ സൂര്യന്റെ ഉച്ചരാശിയാണ് മേടം രാശി എന്ന് പറയും. ഉച്ചമെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് അതിലേക്ക് വരും. അതായത് ഏറ്റവും കൂടുതൽ പ്രഭയോടുകൂടി സൂര്യൻ, അതായത് നമ്മൾ പറയും 10-ാം ഉദയം എന്നൊക്കെ പറയും. മേടം മാസം 10-ാം തീയതിയാണ് 10-ാം ഉദയം. അപ്പോ പ്രപഞ്ചത്തിന്റെ നാഥനായ സൂര്യന്റെ ഉച്ചരാശിയാണ് മേടം രാശിയാണ്. അതുകൊണ്ടാണ് മേടം രാശിയെ രാശിചക്രത്തിന്റെ ആരംഭ രാശി എന്ന് പറയുന്നതെന്ന് ഒരു കൂട്ടർ പറയും. അടുത്തൊരു കൂട്ടർ പറയുന്നതെന്ന് പറഞ്ഞാൽ നക്ഷത്ര സമൂഹങ്ങളുടെ അല്ലെങ്കിൽ നക്ഷത്ര സമൂഹങ്ങളിലെ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രം ഉൾക്കൊള്ളുന്നത് മേടം രാശിയിലാണ്. അതുകൊണ്ടാണ് മേടം രാശിയെ രാശിചക്രത്തിന്റെ ആരംഭ രാശി എന്ന് പറയുന്നത്. എന്നാൽ വേറൊരു കൂട്ടർ പറയുന്നത് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ ഏതോ കോണിൽ ഒരു ദിവ്യ നക്ഷത്രമുണ്ടെന്നും ആ നക്ഷത്രത്തിന്റെ പ്രകാശകിരണങ്ങൾ ഭൂമിയിലേക്ക് വരുന്നത് മേടം രാശിയിൽ കൂടിയാണെന്നും അതുകൊണ്ടാണ് മേടം രാശിയെ രാശിചക്രത്തിന്റെ ആരംഭ രാശി എന്ന് പറയുന്നത്. ഇതിൽ ഏതാ കഥ അല്ലെങ്കിൽ ഏതാണ് ശരി എന്ന് ആയിക്കോട്ടെ, അത് തെറ്റായിക്കോട്ടെ, എങ്കിലും ജ്യോതിഷ പഠനം അല്ലെങ്കിൽ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന നമ്മൾ അറിഞ്ഞിരിക്കുക മേടം രാശിയാണ് രാശിചക്രത്തിന്റെ ആരംഭ രാശി. അപ്പോ ഈ രാശികളെ പറ്റി ഒരു ചെറിയ ധാരണയായി. എങ്ങനെയാണ് രാശിചക്രത്തിന്റെ രൂപമെന്നും അത് ഒന്ന് കാണിക്കാൻ പറ്റുമോ സാറേ? ഒരു രാശിചക്രത്തിന് കാണിക്കും. ഓ കിട്ടും. ഒരു സെക്കൻഡ്. അപ്പോ നോക്കണം, പണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന രാശിചക്രം ഒരു ദീർഘചതുരത്തിലാണ്. ഇതാവുമ്പോ ഇന്ന് കാണുന്നത് ഈ മേടം ഇടവം മിഥുനം എഴുതിയിരിക്കുന്ന ദീർഘചതുരകളിലാണ്. എന്നാൽ പണ്ട് കാലത്ത് പഴയകാല ജാതകങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഈ രാശിചക്രം ഈ കാണുന്ന തരത്തിലുള്ള വൃത്താകൃതിയിലായിരുന്നു. അപ്പൊ അവിടെ അറിയാം, മുകളിൽ 360 ഡിഗ്രിയുള്ള വൃത്തം, ആ വൃത്തത്തിനെ 30 ഡിഗ്രി വീതമുള്ള 12 സമഭാഗങ്ങളാക്കി മാറ്റി. അപ്പോ പരീക്ഷയ്ക്കുള്ള ചോദ്യമാണ്, ഒരു രാശിയുടെ ദൈർഘ്യം എത്ര? അപ്പോ 30 ഡിഗ്രി. അപ്പൊ 30 ഡിഗ്രിയുള്ള 12 രാശികൾ ചേർന്നതാണ് ഒരു രാശിചക്രം അല്ലെങ്കിൽ കാലചക്രം എന്ന് പറയുന്നത്. അപ്പം പേരുകളൊക്കെ പറഞ്ഞു. മേടം മുതലാണ് മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. ജ്യോതിഷം എന്ന് പറയുമ്പോൾ രാശിയും നക്ഷത്രങ്ങളും തമ്മിലുള്ള ബന്ധവും
രാശിയും ഗ്രഹങ്ങളും തമ്മിലുള്ള ബന്ധത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ജ്യോതിഷത്തിൽ ഫലങ്ങളെ നിരൂപണം ചെയ്യുന്നത്. അപ്പോ നിങ്ങൾ ജാതകങ്ങൾ കണ്ടിരിക്കാം, നിങ്ങളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെയോ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ ഒക്കെ ജാതകം നമ്മൾ കണ്ടു. പക്ഷെ ഈ ജാതകത്തിനുള്ളിൽ ഈ ഗ്രഹങ്ങളെ രേഖപ്പെടുത്തുന്ന വിധം എന്ന് പറഞ്ഞാൽ ചുരുക്കെഴുത്തിലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും കളിയാക്കലുകളും ഒക്കെ വരുന്നതും ഈ സിനിമയായാലും സീരിയലായാലും നാടകമായാലും ഏത് ചാനലിൽ വരുന്ന ഏത് ഇതായാലും അവിടെ ജ്യോതിഷത്തെ തരം താഴ്ത്തി അല്ലെങ്കിൽ കളിയാക്കുന്ന പ്രവണതയിൽ അവന്റെ കൂ അല്ലെങ്കിൽ അവന്റെ ഷൂ അവിടെ നിൽക്കുന്നു, അവന്റെ മാ ഇവിടെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. പക്ഷേ ഇത് എങ്ങനെയാണ് ഈ രാശിചക്രത്തിനുള്ളിൽ ഈ ഗ്രഹങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേട്ടാൽ ഓരോ ഗ്രഹങ്ങളുടെയും പേരുകൾക്ക് ചില വ്യത്യാസം വരികയും അതിന്റെ ആദ്യത്തെ അക്ഷരങ്ങളെ കൊണ്ടാണ്. അപ്പൊ ഒരു രാശിക്കകത്ത് ഒരു ല എന്നുള്ള ഒരു അക്ഷരം കണ്ടു കഴിഞ്ഞാൽ അതാണ് ലഗ്നമെന്നും, ഒരു രാശിക്കുള്ളിൽ ഒരു രാ എന്ന് കണ്ടാൽ അത് സൂര്യനാണ്, സൂര്യനെ രവി എന്ന് വിളിക്കും. നിങ്ങൾ സ്കൂളിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഓരോ ഗ്രഹങ്ങളുടെയും അല്ലെങ്കിൽ ഓരോന്നിന്റെയും പര്യായ പദങ്ങൾ പഠിക്കുക. സൂര്യനെ ഭാനുവെന്നും ഭാസ്കരനെന്നും ദിവാകരനെന്നും അർക്കനെന്നും അങ്ങനെ ഒരുപാട് പേരുകൾ സൂര്യനാണ്. അപ്പൊ ആ സൂര്യനെ രവി എന്ന് വിളിക്കും. ഇപ്പൊ ഹിന്ദിയിലാണെങ്കിൽ രവിവാർ, അതാണല്ലോ ഞായറാഴ്ച. അപ്പോ സൂര്യനെ രവി എന്ന് വിളിച്ചിട്ട് രാ എന്നുള്ള അക്ഷരം കൊണ്ട് രാശിചക്രത്തിനകത്ത് രേഖപ്പെടുത്തും. ചന്ദ്രന്റെ ആദ്യത്തെ അക്ഷരം ച തന്നെ. അപ്പൊ ചൊവ്വയെ കുജൻ എന്ന് വിളിക്കും. അപ്പൊ എഴുതുമ്പോ അക്ഷര വ്യത്യാസം പറഞ്ഞത് ജായാണ്, ചായല്ല. ചായ എഴുതി കഴിഞ്ഞാൽ സംഭവം വേറെയാണ് അർത്ഥം. അപ്പൊ ചൊവ്വയെ കുജൻ എന്ന് വിളിക്കും. കുജൻ എന്ന് വിളിക്കും. ചൊവ്വയ്ക്ക് വേറെ ഒരുപാട് പേരുണ്ട്, ഭൗമൻ എന്നൊക്കെ ഉണ്ട്. ഭൂമിയുടെ പുത്രനാണ് ചൊവ്വ, അതുകൊണ്ട് ഭൗമൻ എന്ന് വിളിക്കും. അപ്പൊ ചൊവ്വയെ കുജൻ എന്ന് വിളിച്ചിട്ട് കുജന്റെ ആദ്യത്തെ അക്ഷരം കൊണ്ടാണ് ചൊവ്വയെ രേഖപ്പെടുത്തുന്നത്. ബുധന്റെ മാറ്റമില്ല, ബുധന്റെ ആദ്യത്തെ അക്ഷരം തന്നെ. പിന്നെ പറയുന്നത് വ്യാഴം. വ്യാഴനെ ഗുരു എന്ന് വിളിക്കും. അതായത് ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതിയാണ് ഗുരു. അപ്പൊ ഗുരു എന്ന് വിളിച്ചിട്ട് ഗുരുവിന്റെ ആദ്യത്തെ അക്ഷരം കൊണ്ടും. ശുക്രൻ ദൈത്യന്മാരുടെ ഗുരുവായ ശുക്രാചാര്യനാണ്. അപ്പൊ ശുക്രന്റെ ആദ്യത്തെ അക്ഷരം തന്നെ. പിന്നെ പറയുന്നത് ശനിയാണ്. ശനിയെ മന്ദൻ എന്ന് വിളിക്കും. അതായത് പതുക്കെ നടക്കുന്നവൻ. അതുകൊണ്ടാണ് ഒരു രാശിയിൽ ഏറ്റവും കൂടുതൽ കാലം ശനി നിൽക്കുന്നത് 2.5 വർഷമാണ്. ശനിക്ക് കാലിൽ മുടന്നുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് നടക്കാത്തതെന്നാണ് പറയുന്നത്. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് പറയാം. അപ്പോ ശനിയെ മന്ദൻ എന്ന് വിളിച്ച് മാ എന്നുള്ള അക്ഷരം കൊണ്ടു. രാഹുവിനെ സർപ്പൻ എന്ന് വിളിക്കും. രാഹുവിനെ, ഇത് ഏറ്റവും ജ്യോതിഷ പഠനത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ്, ഇത് എല്ലാവരും അറിഞ്ഞിരിക്കണം. അതേപോലെ കേതുവിനെ ശിഖി എന്ന് വിളിക്കും. എന്നിട്ട് ശിഖിയുടെ ആദ്യത്തെ അക്ഷരം. അതേപോലെ പിന്നുള്ള ഒരാളാണ് നമ്മൾ പ്രധാനമായിട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ് ഗുളികൻ. ഗുളികനെ മാന്തി എന്ന് വിളിക്കും. മന്ദന്റെ പുത്രനാണ് മാന്തി, അതായത് ശനിയുടെ പുത്രനാണ് ഗുളികൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മന്ദന്റെ പുത്രനായത് കൊണ്ട് മാന്തി എന്ന് വിളിക്കും. അപ്പൊ ഇനി ഒരു ഗ്രഹനിലയിൽ ഇതേപോലെ ഗ്രഹങ്ങൾ എഴുതിയിരിക്കുന്ന കണ്ടാൽ നമ്മൾ മനസ്സിലാക്കുക, അത് ഇന്ന ഗ്രഹമാണ്. ഇവിടെ മേടൻ രാശിയിൽ കൂ എന്ന് എഴുതിക്കുമ്പോൾ അവിടെ കുജനെന്നും, കർക്കിടകൻ രാശിയിൽ ച എന്നിരിക്കുമ്പോൾ ചന്ദ്രനെന്നും, ചിങ്ങൻ രാശിയിൽ രാ കാണുമ്പോൾ അത് സൂര്യനാണെന്നും, കന്യരാശിയിൽ ഭൂ എന്ന് കാണുമ്പോൾ അത് ബുധനാണെന്നും, തുലാം രാശിയിൽ ശു എന്ന് കാണുമ്പോൾ ശുക്രനെന്നും, അതേപോലെ ധനുരാശിയിൽ ഗു എന്ന് കണ്ടാൽ അത് ഗുരുവെന്നും അല്ലെങ്കിൽ വ്യാഴനാണെന്നും, കുംഭൻ രാശിയിൽ ശനി ആണ്, അവിടെ മാ എന്ന് കണ്ടാൽ അത് മന്ദനാണ് അല്ലെങ്കിൽ ശനിയാണ് എന്നും നമ്മൾ മനസ്സിലാക്കും. അപ്പോ രാശി ചക്രത്തിനെ പറ്റി ഒരു
ഇപ്പം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. വീണ്ടും നമ്മൾ രാശിയിലേക്ക് വരും. അപ്പൊ രാശിക്കുള്ളിൽ ഗ്രഹങ്ങളെ എഴുതുന്നത് ആ ഗ്രഹങ്ങളുടെ ചുരുക്കെഴുത്തിലാണെന്നും മനസ്സിലായി. അപ്പൊ ഇനി പ്രധാനമായിട്ട് വരുന്ന ഒരു വിഷയം, ഈ നിങ്ങൾ ജ്യോതിഷം പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ചെറിയ വിമർശനങ്ങളും കളിയാക്കലുകളൊക്കെ വരും. അത് പ്രധാനമായിട്ടും ഗ്രഹം എന്ന് പറയുന്ന കാര്യത്തിൽ തന്നെ. അപ്പൊ വിമർശനങ്ങൾ വരുമ്പോൾ പറയും സൂര്യൻ ഒരു നക്ഷത്രമാണ്, ചന്ദ്രൻ ഒരു ഉപഗ്രഹമാണ്, പിന്നെ ചൊവ്വയും ബുധനും വ്യാഴനും ശനിയും ശുക്രനും മാത്രമേ ഗ്രഹങ്ങളുടെ പട്ടികയിൽ വരുന്നുള്ളൂ, താരാഗ്രഹങ്ങളെന്ന് പറയും. അടുത്ത് പിന്നെയുള്ളത് രാഹുവും കേതുവുമാണ്. രാഹുവും കേതുവും എന്ന് പറഞ്ഞാൽ രണ്ട് നോഡുകൾ അല്ലെങ്കിൽ രണ്ട് കാൽക്കുലേറ്റഡ് പോയിന്റുകളാണ്. അപ്പോൾ ഇതിനെല്ലാം കൂടെ ചേർത്ത് നിങ്ങൾ ഗ്രഹം എന്ന് പറയുമ്പോൾ അത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ആചാര്യൻ പറഞ്ഞിട്ടുള്ളത്, ഈ ഗ്രഹം എന്ന് പറഞ്ഞാൽ പ്ലാനറ്റ് എന്ന മീനിങ്ങിലല്ല. സൂര്യൻ നക്ഷത്രമാണ്, ചന്ദ്രൻ ഉപഗ്രഹമാണ്, രാഹുകേതുക്കളെല്ലാം കാൽക്കുലേറ്റഡിന് വേണ്ടിയിട്ടുള്ള നോട്ട് പോയിന്റുകളാണ്. ഇതിനെല്ലാം ഗ്രഹങ്ങളെന്ന് വിളിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ഗ്രഹിക്കുക അല്ലെങ്കിൽ സ്വാധീനിക്കുക അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന മീനിങ്ങിലാണ്. അല്ലാതെ പ്ലാനറ്റ് എന്ന മീനിങ്ങിലല്ല ഇവിടെ ഗ്രഹം എന്ന് പറയുന്ന സംസ്കൃത പദത്തിൽ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോ കളിയാക്കലുകളോ വിമർശനങ്ങളോ വരുമ്പം ഇങ്ങനെയാണ് പറയേണ്ടത്. നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്, അതായത് ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ചന്ദ്രനാണ്. ഈ ചന്ദ്രനെ നമ്മളെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ്? ചന്ദ്രൻ ഭൂമിയിലെ കടലിലെ ജലത്തിനെ കിലോമീറ്ററുകളോളം ഉയരത്തിലേക്ക് വലിച്ചെടുക്കുന്നു. അതങ്ങനെ ചന്ദ്രന്റെ ആകർഷണ ശക്തി കൊണ്ട് നമ്മൾ വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ പഠിച്ചതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സമുദ്ര ജലത്തിനെ ചന്ദ്രനെ സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും കൂടുതൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ജലതത്വമാണ്. അപ്പൊ ഈ ജലതത്വം കൂടുതലുള്ള മനുഷ്യനെ ചന്ദ്രനെ സ്വാധീനിക്കാൻ പറ്റും. ചന്ദ്രൻ എന്ന് പറയുന്നത് രക്തത്തിന്റെ കാരകത്വമാണ്. അപ്പോൾ നമ്മുടെ രക്തത്തിനെയും ചന്ദ്രനെ സ്വാധീനിക്കാൻ പറ്റും. അതേപോലെ മനസ്സിന്റെ കാരകത്വവും ചന്ദ്രനാണ്. അപ്പം മനസ്സിനെയും സ്വാധീനിക്കാൻ പറ്റും. അപ്പോ ഈ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. അപ്പൊ അതേപോലെ എല്ലാ ഗ്രഹങ്ങൾക്കും ഈ ഭൂമിയുടെ ജീവജാലങ്ങളെയും അല്ലെങ്കിൽ ഭൂമിയിലെ സകല വസ്തുക്കളെയും സ്വാധീനിക്കാൻ കഴിയും, അവരുടെ ആകർഷണ ശക്തി. അപ്പൊ അതുകൊണ്ട് എന്താണ്, നമുക്ക് എന്തൊക്കെ ആ ഗ്രഹങ്ങളുടെ ആകർഷണ ശക്തി കൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ ലോകത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് ഒരു വിഭാഗക്കാര് അല്ലെങ്കിൽ ഒരു വിഭാഗം ശാസ്ത്രജ്ഞന്മാർ പഴയ കാലത്ത് ഈ വാന നിരീക്ഷണം നടത്തുകയും, എന്നാൽ ഈ വാന നിരീക്ഷണം നടത്തി കണ്ടെത്തിയ ഗ്രഹങ്ങൾ മനുഷ്യനെ എങ്ങനെ സ്വാധീനം, അങ്ങനെയാണ് അസ്ട്രോളജിയും അസ്ട്രോണമിയും തമ്മിലുള്ള വ്യത്യാസം. അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ഭൂമിയിലെ ജീവജാലങ്ങളെ ബാധിക്കുന്നത്. അസ്ട്രോണമി എന്ന് പറഞ്ഞാൽ അതിന്റെ പുതിയ പുതിയ ഗ്രഹങ്ങളെയോ അല്ലെങ്കിൽ പുതിയ നക്ഷത്രങ്ങളെയോ അല്ലെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുക എന്നുള്ളതാണ്. വാന നിരീക്ഷണമാണ് അസ്ട്രോണമി. അസ്ട്രോണമിക്ക് ശേഷമാണ് അസ്ട്രോളജി ഉണ്ടായത്. അപ്പൊ വിമർശനങ്ങൾക്കുള്ള മറുപടി പറഞ്ഞു. പിന്നെ അടുത്ത് പറയുന്ന വേറൊരു വിഷയം, നക്ഷത്രങ്ങൾക്ക് സഞ്ചാരമില്ല. നക്ഷത്രങ്ങളിൽ ഒരു സ്ഥലത്തെ നിൽക്കും. ഇപ്പൊ ഒരു മാതൃ നക്ഷത്രം ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഉണ്ടായ അല്ലെങ്കിൽ അതിൽ നിന്നും പൊട്ടിത്തെറിയിലുണ്ടായ ഗ്രഹങ്ങളെല്ലാം ആ മാതൃ നക്ഷത്രത്തെ വലം വയ്ക്കും. അപ്പോ നക്ഷത്രമായ സൂര്യന് സഞ്ചാരമില്ല. പക്ഷെ നിങ്ങൾ പറയുന്നു സൂര്യൻ ഒരു ദിവസം ശരാശരി ഒരു രാശിയിൽ 1 ഡിഗ്രി സഞ്ചരിക്കുമെന്ന് പറയും. അപ്പൊ സൂര്യൻ ഒരു രാശിയിൽ 30 ഡിഗ്രി സഞ്ചരിക്കുമ്പോഴാണല്ലോ ഒരു മാസം എന്ന് പറയുന്നത്. സൂര്യൻ ഏത് രാശിയിൽ നിൽക്കുന്നുവോ ആ മാസത്തിന്റെ പേരിലായിരിക്കും അറിയപ്പെടുന്നത്.
ഇപ്പൊ സൂര്യൻ നിൽക്കുന്നത് മകരം രാശിയിലാണ്. അപ്പോൾ ഇപ്പൊ മകരമാസമാണ്. 13 തീയതി ആയപ്പോൾ സൂര്യൻ കുംഭൻ രാശിയിലേക്ക് വരും. അപ്പോൾ 13 കുംഭമാസം 1 തീയതിയാണ്. അപ്പോൾ സൂര്യൻ ഏത് രാശിയിൽ നിൽക്കുന്നുവോ ആ മാസത്തിന് ആ രാശിയുടെ പേരായിരിക്കും. അപ്പം സൂര്യൻ എങ്ങനെ ഈ രാശിചക്രത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കും? നക്ഷത്രങ്ങൾക്ക് സഞ്ചാരം ഇല്ലല്ലോ, പിന്നെ എങ്ങനെ നിങ്ങളത് പറയുന്നു? അപ്പോഴാണ് അതിന്റെ മറുപടി ഇതാണ്. നമ്മൾ വേഗതയേറിയ ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ഒരു ട്രെയിനിലോ സഞ്ചരിക്കുമ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നതായി തോന്നാതിരിക്കുകയും ചുറ്റുമുള്ള വസ്തുക്കൾ പിറകിലേക്ക് സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പോൾ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് 23.5 ഡിഗ്രി ചരിവിൽ ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ 23.5 ഡിഗ്രിയിൽ സൂര്യനെ ദീർഘവൃത്തത്തിലേക്ക് വലം വയ്ക്കുമ്പോൾ കിഴക്ക് നിൽക്കുന്ന സൂര്യൻ പടിഞ്ഞാറേക്ക് സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. എന്നാൽ ഭൂമിയുടെ ഈ സഞ്ചാരത്തെയാണ് കാൽക്കുലേഷനുള്ള എളുപ്പത്തിന് വേണ്ടി ഭൂമിയുടെ ഈ സഞ്ചാരത്തെ സൂര്യനിലേക്ക് ആരോപിക്കുന്നു എന്ന് മാത്രം. അപ്പൊ ഇവിടെ സഞ്ചരിക്കുന്നത് ആരാണ്? ഭൂമിയാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ഭൂമിയുടെ സഞ്ചാരത്തെ നമ്മൾ സൂര്യനിലേക്ക് ആരോപിക്കുന്നു. എന്നിട്ട് സൂര്യനാണ് സഞ്ചരിക്കുന്നതെന്ന് പറയും. അതുപോലെ നമ്മൾ വേഗതയേറിയ ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ഒരു ട്രെയിനിലോ സഞ്ചരിക്കുമ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നതായി തോന്നാതിരിക്കുകയും എന്നാൽ ചുറ്റുമുള്ള വസ്തുക്കൾ സഞ്ചരിക്കുന്നതായി തോന്നുകയും ചെയ്യും. അത് ക്ലിയർ ആയല്ലോ? വിമർശനങ്ങൾക്കുള്ള മറുപടിയായി ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഭാഗം ആർക്കെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ? സ്പീഡ് കൂടി പോകുന്നുണ്ടോ? എന്തെങ്കിലും മാറ്റം വരുത്തണോ? ആരെങ്കിലും ഒന്ന് പറയണം. എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ട് സാർ. ഈ സ്പീഡ് കുഴപ്പമില്ല, അത് മതി. അടുത്തതിലേക്ക് പോകാമല്ലോ. എങ്ങനെ സാറേ? റിപ്പീറ്റ്. അപ്പോ നമ്മൾ പറഞ്ഞു എന്താണ്? ജ്യോതിഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ രാശിചക്രം. രാശിചക്രത്തിന് ഏറ്റവും കൂടുതൽ ക്ലാസിഫിക്കേഷൻ ഉള്ളത് രാശികൾക്കാണ്. അപ്പോൾ അത് രാശികളുടെ ആ ക്രമം എപ്പോഴും രാശിചക്രത്തിൽ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസിലായിരിക്കും. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. പിന്നെ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ഥലത്തിനും സമയത്തിനുമാണ് ഏറ്റവും പ്രധാനം. അപ്പൊ തിരുവനന്തപുരത്ത് രാവിലെ 8 മണിക്ക് ജനിക്കുന്ന ഒരു കുട്ടിയുടെ ജാതകം പരിശോധിച്ചാൽ അതേപോലെ ആയിരിക്കണമെന്നില്ല. കാശ്മീരിൽ ആ സമയത്ത് ഒരു കുട്ടി ജനിച്ചാൽ ചിലപ്പോൾ ചില ഗ്രഹങ്ങൾക്കോ ഒക്കെ വ്യത്യാസം, അല്ലെങ്കിൽ ഏത് ഗ്രഹങ്ങൾക്ക് മാത്രമല്ല 1-2 നക്ഷത്രങ്ങൾ, അല്ലെ നക്ഷത്രത്തിന് വ്യത്യാസം വരാം, ചിലപ്പോൾ ഗ്രഹങ്ങൾക്ക് വ്യത്യാസം വരാം, ചിലപ്പോൾ ലഗ്നത്തിന് വ്യത്യാസം വരാം. അതായത് ഇത്രയേ ഉള്ളൂ. തെക്ക് നിന്ന് വടക്കോട്ട് പോകും തോറും സമയക്രമത്തിൽ മാറ്റം വരും. അതായത് കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞത് രാമേശ്വരമാണ് ഇന്ത്യയുടെ തെക്കേയറ്റം. എന്നാൽ ഇപ്പം പറയുന്നത് രാമേശ്വരമല്ല, അതിനും കുറച്ച് 2-3 കിലോമീറ്റർ പുറകിലോട്ട് പോകുമ്പോൾ കടലിൽ ഇന്ദിരാ പോയിന്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടെന്ന്. ആ ഇന്ദിരാ പോയിന്റ് എന്ന സ്ഥലം കണ്ടുപിടിക്കാൻ അവിടെ ഒരു ആർമിയുടെയോ എയർഫോഴ്സിന്റെയോ അല്ലെങ്കിൽ നേവിയുടെയോ കണ്ട ഒരു റഡാർ സംവിധാനം, റഡാറിൽ പോകും. അപ്പൊ അതാണ് ഇന്ദിരാ പോയിന്റ്. അപ്പൊ അവിടെ നിന്ന് വടക്കോട്ട് പോകും തോറും സമയക്രമത്തിൽ വ്യത്യാസം വരും. എന്നാൽ രാമേശ്വരത്തും കാശ്മീരിലും അല്ലെങ്കിൽ ഡൽഹിയിലും IST എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞാൽ ഒന്നായിരിക്കും. പക്ഷേ പ്രാദേശിക സമയമുണ്ട്, GMT എന്ന് പറയും.
അതിലുണ്ടാകുന്ന വ്യത്യാസമാണ്. അപ്പൊ നമ്മൾ പഞ്ചാംഗം നോക്കുമ്പോൾ അറിയാം, തിരുവനന്തപുരത്ത് ഉദയം ഇത്ര മണിക്ക് 6:30, കൊല്ലത്ത് 6:32, അത് എറണാകുളം ആകുമ്പോൾ 6:35, അത് പാലക്കാടാകുമ്പോൾ 6:36, അല്ലെങ്കിൽ അത് കാസർഗോഡ് ആകുമ്പോൾ 6:40. അങ്ങനെ അങ്ങനെ അത് വടക്കോട്ട് പോകും തോറും എന്താണ് ഈ സമയത്തിൽ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ പോയി 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 നമ്മളുടെ മറു രാജ്യങ്ങളിൽ പോകുമ്പോൾ അറബ് രാജ്യങ്ങളെല്ലാം നമ്മളുടെ സമയത്തിൽ നിന്നും 2.5 മണിക്കൂർ വ്യത്യാസം. അങ്ങനെ അങ്ങനെ ഭൂമിയുടെ മറുവശത്ത് പോകുമ്പോൾ അമേരിക്കയിൽ ചെല്ലുമ്പോൾ 12 അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെയോ വ്യത്യാസം വരും. അപ്പോൾ ഈ ജ്യോതിഷനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആവശ്യം സമയത്തിന്റെ ക്ലിപ്തതയാണ്. ഒരു കുട്ടി ജനിച്ചു എന്ന് ഒരു ഡോക്ടർ പറയുന്നു ഇന്ന് രാത്രി 9:02 അതായത് ഈ സമയത്താണ് ഒരു കുട്ടി ജനിച്ചത് എന്ന് പറഞ്ഞാൽ, അപ്പോ ചിലപ്പോ ആശുപത്രിക്കകത്ത് അല്ലെങ്കിൽ ലേബർ റൂമിനകത്തുള്ള ക്ലോക്കിന് അതിന്റെ ബാറ്ററിയിലെ വീക്കാണെങ്കിൽ ചിലപ്പോൾ അത് സ്ലോ ആവും. അല്ലെങ്കിൽ ഡോക്ടറെ വാച്ചിനാണെങ്കിൽ അതും ഇതേപോലെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ സമയം കൂടുകയോ സമയം കുറയുകയോ ചെയ്യും. അപ്പോൾ ജ്യോതിഷനെ സംബന്ധിച്ച് സമയം അതായത് ഒരു കുട്ടി ജനിച്ച സമയത്തിന്റെ ക്ലിപ്തത വരുത്താനുള്ള ഒരുപാട് മാർഗങ്ങളൊക്കെ. അതൊക്കെ നമ്മൾ ആ ഗണിത ഭാഗത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഹയർ സ്റ്റഡിയിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രേഖാംശവും അക്ഷാംശവും മാറുന്നതനുസരിച്ച് ഈ റൂളിംഗ് പ്ലാനറ്റ് എന്ന് പറയുന്ന, അതായത് ഓരോ സമയത്തും നമ്മളെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങൾക്ക് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ രാശിചക്രത്തിന് എത്ര ഡിഗ്രി, അത് 30 ഡിഗ്രി. രാശിചക്രം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ രാശിചക്രം എന്ന് പറഞ്ഞാൽ എന്താ, അത് പറഞ്ഞു തുറസായ ഒരു സ്ഥലത്ത് ഒരു കുന്നിൻ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് ചുറ്റും നമ്മൾ കടൽക്കരയിൽ നിൽക്കുമ്പോൾ എന്താണ്, കടലും ആകാശവും തമ്മിൽ ചേരുന്നതായിട്ട് നമുക്ക് തോന്നും. എന്നാൽ അങ്ങനെ അല്ലല്ലോ. അവിടെ ചെല്ലുമ്പോൾ വീണ്ടും ആ സ്ഥലത്ത് പർട്ടിക്കുലർ പ്ലേസിൽ ചെല്ലുമ്പോൾ വീണ്ടും കാണും. അപ്പൊ നമ്മളെ കണ്ണിനൊരു പരിധിയും. അപ്പോൾ നമ്മളൊരു കല്ലെടുത്തെറിയുകയോ അല്ലെങ്കിൽ ഒരു റൈഫിളിൽ നിന്ന് ഒരു ഷൂട്ട് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ഷൂട്ട് ചെയ്തു പോകുന്ന ആ തിര അത് എങ്ങനെയാണ്, ആദ്യം കുറെ ഫോഴ്സിൽ പോയിട്ട് പിന്നെ അതൊരു കർവായിട്ട് മാറും. അപ്പൊ നമുക്ക് ചുറ്റും നമ്മൾ അങ്ങനെ ഒരു വൃത്തം സങ്കല്പിക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ രാശിചക്രം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന മുറിയുടെ 4 ചുവരുകളും 4 മൂലകളും ചേർത്ത് ഒരു വൃത്തം സങ്കല്പിച്ചാൽ അത് നമ്മളുടെ തലയ്ക്ക് മുകളിലാണെന്ന് ധരിച്ചാൽ അത് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിന്റെ രാശിചക്രം. ഈ രാശിചക്രത്തിൽ എല്ലായ്പ്പോഴും ഗ്രഹങ്ങൾ ഒരിടത്ത് നിൽക്കണമെന്നില്ല. ഗ്രഹങ്ങൾ ഇങ്ങനെ നേരത്തെ സൂര്യന്റെ കാര്യം പറഞ്ഞ പോലെ കുംഭൻ രാശി, മകരൻ രാശിയിൽ നിന്നും അടുത്ത് കുംഭൻ രാശിയിലേക്ക് പോകും, പിന്നെ അടുത്ത് മീനൻ രാശിയിലേക്ക് പോകും. അപ്പോ അതാണ് പറഞ്ഞത്, സൂര്യൻ ശരാശരി ഒരു ദിവസം രാശിചക്രത്തിൽ 1 ഡിഗ്രി സഞ്ചരിക്കും. എന്നാൽ ചന്ദ്രനാണെങ്കിലോ ഏറ്റവും കൂടുതൽ വേഗതയുള്ളതാണ്. ഒരു രാശിചക്രത്തിൽ 2.25 ദിവസം നിൽക്കും. നമുക്ക് അടുത്ത് പഠിക്കുന്നത് നക്ഷത്രവും രാശികളും തമ്മിലുള്ള ബന്ധത്തെയാണ്. പിന്നെ ഈ ഗ്രഹങ്ങളുടെ ചുരുക്കെഴുത്ത് അത് കാണാതെ തന്നെ പഠിക്കണം. അത് എഴുതി പഠിച്ചാൽ വളരെ ഉപകാരം. കാര്യം ഒരു ഗ്രഹത്തിന്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ രാ എന്ന് എഴുതി കഴിഞ്ഞാൽ അത് സൂര്യനാണെന്നും, കൂ എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ചൊവ്വയാണെന്നും, ഗു എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഗു ആണെന്നും, മന്ദൻ അല്ല ഗുരുവാണെന്നും, മാ എന്ന് എഴുതി കണ്ടാൽ അത് ശനിയാണെന്നും, സാ എന്ന് കണ്ടാൽ അത് രാഹു അല്ലെങ്കിൽ സർപ്പിയാണെന്നും, ഷി എന്ന് കണ്ടാൽ അത് ശിഖി അല്ലെങ്കിൽ കേതുവാണെന്നും, അതേപോലെ മാ എഴുതി ഒരു ദീർഘാക്ഷരവും കൂടി ഇട്ടാൽ അത് മന്ദന്റെ പുത്രനായ ഗുളികനാണ് എന്നറിഞ്ഞു. ആ പേരുകളൊക്കെ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. അതൊന്നും എഴുതി പഠിക്കും. അപ്പോൾ ഇതൊരു പുതിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് ആദ്യമായിട്ട് പഠിക്കാൻ വന്നവർക്കാണെങ്കിൽ അവർക്ക് ഒരു ഇത് കാണും, ബുദ്ധിമുട്ട് കാണും ഫോളോ ചെയ്യാൻ. അത് പതുക്കെ നമ്മൾ ഇതിലേക്ക് ആ ട്രാക്കിലേക്ക് വരാൻ പറ്റും. നേരത്തെ അല്പമെങ്കിലും ജ്യോതിഷം പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അത് ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇതിപ്പോ സ്ക്രീനിൽ കാണുന്നത് പഴയ കാലത്തുള്ള ഒരു ഗ്രഹനിലയാണ്.
പണ്ട് കാലത്ത് ഈ വിധത്തിലായിരുന്നു ഗ്രഹനില തയ്യാറാക്കിയിരുന്നത്. അതിനകത്ത് രാശികളും എല്ലാം പഴയ മലയാള ലിപികളിലാണ് എഴുതിയിട്ടുള്ളത്. ആ ഡിഗ്രി എല്ലാം എഴുതിയിട്ടുണ്ട്. ഇന്ന് നമുക്കിപ്പോൾ സൗകര്യമായി എന്താണ് സോഫ്റ്റ്വെയർ ഉള്ളത് കൊണ്ട് ഇങ്ങനെ കിടന്ന് എഴുതാനും വരയ്ക്കാനൊന്നും പോകണ്ട. സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് ഓരോ സ്ഥലത്തിൻ്റെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ കൊല്ലമാണെങ്കിൽ കൊല്ലം, തിരുവനന്തപുരം ആണെങ്കിൽ തിരുവനന്തപുരം, അത് നമ്മുടെ കിഴക്കൻ മേഖല പത്തനംതിട്ടയാണെങ്കിൽ പത്തനംതിട്ട, നമ്മൾ ആ ജില്ലയുടെ പേര് കൊടുത്താൽ മതി. ഏകദേശം 20 കിലോമീറ്ററിനകത്ത് 20 കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഈ അക്ഷാംശവും രേഖാംശവും വ്യത്യാസം വരുന്നത്. ഇപ്പം കൊല്ലത്ത് ജനിച്ച ഒരു കുട്ടിയുടെ ജാതകം നോക്കുമ്പോൾ അതുപോലെ ആയിരിക്കണമെന്നില്ല കരുനാഗപ്പള്ളി. കൊല്ലത്ത് നിന്ന് 21 കിലോമീറ്റർ ദൂരമുണ്ട് കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളിയിൽ വരുമ്പോൾ അവിടുത്തെ ഉദയം മാറും, ചിലപ്പോൾ ലഗ്നം തന്നെ മാറും. അതിൻ്റെ കൃത്യതയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ ഉണ്ട്. സോഫ്റ്റ്വെയർ സാർ നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ഒരു ആൻഡ്രോയിഡ് മൊബൈലിൽ അതിന് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു തരും. അപ്പോൾ അതിന് കൂടുതൽ അടുത്ത ഗ്രഹങ്ങളിൽ നക്ഷത്രങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ 1-2 പേരൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് വരുമ്പോൾ അവർ ഇത്രയും കവർ ചെയ്യാൻ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കൂടുതൽ വിഷയങ്ങളിലേക്ക് പോകാത്തത്. അപ്പോൾ ഇന്ന് കാണുന്ന വിധത്തിൽ ഈ ദീർഘചതുരത്തിലുള്ള അല്ലെങ്കിൽ ചതുരത്തിലുള്ള ഈ രാശിചക്രം, അതിനുള്ള സീലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കെല്ലാം ഉപയോഗിക്കുന്നത് സീലാണ്. കാര്യം പെട്ടെന്ന് ഒരാൾ വന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് ഒരാൾ വിളിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ രാശിചക്രം വരയ്ക്കുന്ന സമയത്ത് പോലും ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ സീൽ അടിച്ചു കഴിഞ്ഞാൽ രാശിചക്രം ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചോദിക്കാം. സീലിന്റെ കാര്യം മനസ്സിലായില്ല, എന്താണത്? സാധാരണ നമ്മൾ ഇപ്പോൾ ഒരു ഗസറ്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണെങ്കിൽ അയാളുടെ പേരും ഡെസിഗ്നേഷനും എല്ലാം സീലിലായിരിക്കുമല്ലോ. അതേപോലെ നമ്മൾ എന്ത് ചെയ്യും, രാശിചക്രത്തിനുള്ള രാശിചക്രത്തിന്റെ സീൽ അടിച്ചു വെച്ചിട്ടുണ്ട്. അതിനെടുത്ത് നമ്മൾ പാഡിൽ മുക്കിയിട്ട് പേപ്പറിലൊന്ന് അടിച്ചാൽ മതി, എളുപ്പം. ഒരാൾ വന്നിരിക്കുമ്പോൾ നമ്മൾ ഈ രാശിചക്രം ഇന്നൊക്കെ ആർക്കും സമയമില്ലല്ലോ. കാരണം വരണവര് അവരെ കാര്യം പൂർണ്ണമായി അറിയുന്നതിന് മുമ്പ് അവർ 3-4 പ്രാവശ്യം വാച്ചിൽ നോക്കും. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഒന്നിൽ മുഖത്തോടെ മുഖം നോക്കും, അല്ലെങ്കിൽ വാച്ചിൽ നോക്കും. അവർ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത്. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പഞ്ചാംഗം നോക്കി ഗ്രഹനില കുറിച്ച് അങ്ങനെ വളരെ സമയം എടുക്കുമായിരുന്നു. ഇന്നിപ്പോൾ അതല്ല. ഇന്നിപ്പോൾ സോഫ്റ്റ്വെയർ ഉള്ളത് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ നടന്നു പോകാം. ഓക്കെ, മനസ്സിലായി. ഇത്രയേ ഉള്ളൂ. ഇത് ബാഡും ഇത് സി. പഠിപ്പിച്ചുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇതാണ് സി. എന്തെങ്കിലും വിഷയങ്ങളിൽ നീ എന്തെങ്കിലും മാറ്റം വരുത്തുന്ന, സ്പീഡ് കൂടി പോകുന്നുണ്ടോ, അതോ സ്ലാങ് മനസ്സിലാവാതെയുണ്ടോ? പല തരത്തിലുള്ളവരാണല്ലോ. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയുക. ഇന്നിപ്പോ ഒരു ചാപ്റ്റർ അയച്ചു എടുത്തുള്ളൂ അല്ലേ സാറേ? ഇനിയിപ്പോ അടുത്ത ക്ലാസ് പോലെ നിങ്ങൾക്ക് 31ാമത്തെ ബാച്ചാണ്. നിങ്ങൾക്ക് പ്രത്യേക ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കാണും. അത് ഇൻഫർമേഷൻ എല്ലാം തരുന്നത് അതിലായിരിക്കും. അപ്പം പരമാവധി ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ നിങ്ങളുടെ മൊബൈലിന്റെ ഇതിലായിരിക്കും, നിങ്ങൾ നെറ്റ്വർക്ക് മൊബൈലിലായിരിക്കും മിക്കവാറുള്ളവരൊക്കെ കാണുന്നത്. പക്ഷേ ഈ ക്ലാസ് ഉള്ള ദിവസം ഈ പകല് ഈ കുട്ടികൾക്ക് കൊണ്ട് സിനിമ കാണാനോ പാട്ട് കേൾക്കാനൊന്നും കൊടുക്കരുത്. കാര്യം രാത്രിയാകുമ്പോൾ അതിന്റെ സ്ട്രെങ്ത് കുറയും. ഡാറ്റ ഉപയോഗിക്കുമ്പോൾ രാത്രിയിലാകുമ്പോൾ സ്ട്രെങ്ത് കുറയും. ഇപ്പോൾ ക്ലാസ് ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ പകല് കൂടുതൽ ഉപയോഗിക്കാതിരുന്നാൽ രാത്രിയിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കേൾക്കാം. അപ്പോൾ പലർക്കും പറ്റുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ നിങ്ങൾ അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ വൈഫൈ ഉപയോഗിക്കുകയോ ചെയ്യാം. ചില ആൾക്കാർ ഇതിൽ ലിങ്കിൽ കയറാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. അതിലൊരു വിഷയം ഇതാണ്. പിന്നെ എല്ലാവരും കറക്റ്റ് 8:30 തന്നെ വരിക. അപ്പോൾ അടുത്ത മാസത്തെ തുടർന്നുള്ള ക്ലാസ്സുകളിലെ ടൈം ടേബിൾ സാർ തരും. അത് മുൻകൂട്ടി അറിയിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആ പ്രോഗ്രാം ചാർട്ട് ചെയ്യാൻ വേണ്ടി, ഷെഡ്യൂൾഡ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ക്ലാസ് 19-ാം തീയതിയാണ്, അടുത്ത വ്യാഴാഴ്ച. അന്ന് 12, അടുത്ത വ്യാഴാഴ്ച. പിന്നെ ഉള്ളത് അടുത്ത 26-ാം തീയതി ആയിരിക്കും അല്ലേ?
അപ്പൊ അതിനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് ഇപ്പൊ ഇന്നത്തെ നേരത്തെ അല്ലെങ്കിൽ നമ്മൾ നിർത്താം. കാര്യം കൂടുതൽ ഇപ്പൊ അടുത്ത ക്ലാസ്സിൽ ചിലപ്പോൾ 1, 2, 3 പേരൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവർക്ക് ഇത് മുഷിവായിട്ട് തോന്നും, നിങ്ങൾക്കത് മുഷിവായിട്ട് തോന്നും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം, ആരെങ്കിലും എന്തെങ്കിലും. എല്ലാ ക്ലാസ്സിന്റെയും യൂട്യൂബ് വീഡിയോസ് ഉണ്ടാവുമോ, അതോ അത് എല്ലാ ക്ലാസ്സിന്റെയും എടുക്കാം എന്നാണ്. വീഡിയോസ് നമ്മൾ റെക്കോർഡ് അപ്പൊ ചെയ്യാൻ അത് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ എന്തെങ്കിലും നെറ്റ്വർക്ക് തകരാറോ കറണ്ട് ഇല്ലാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റാതെ വരാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മാത്രമേ കിട്ടാതെടുത്തുള്ളൂ. ബാക്കി മാക്സിമം ക്ലാസ്സുകൾ നമ്മൾ തരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എല്ലാത്തിൻ്റെ PDF നോട്ട്സ് നമ്മൾ 18 ചാപ്റ്റർ ആയിട്ടാണ് PDF നോട്ട്സ് തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോ ക്ലാസ്സിന് മുമ്പായിട്ട് നോട്ട്സ് ഇട്ട് തരും. അപ്പൊ നോട്ട്സ് എല്ലാ കാര്യങ്ങളാണ് സാറ് വിശദീകരിക്കുന്നത്. പിന്നെ എല്ലാവരും കഴിവതും ക്ലാസ്സിൽ തന്നെ പങ്കെടുക്കാൻ നോക്കുക. കാര്യം ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ വന്നു കഴിഞ്ഞാൽ ചോദിക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കഴിവതും എല്ലാവരും ക്ലാസ്സിൽ തന്നെ പങ്കെടുക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഹൗസ് നിർത്താം. എന്നാ നിർത്താം. ആർക്കും എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ. അടുത്ത 15-ാം തീയതി ശിവരാത്രി. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ. ഓക്കെ, താങ്ക് യു.